ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്താ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ ഇപ്പം കുറച്ച് വാഴത്തട ഞാൻ അരിഞ്ഞിട്ട് ഉണക്കി വെച്ചിട്ടില്ല. അത് പൊതുവെന്ന് വൈകുന്നേരത്തെ മഴക്ക് എന്നാലില്ല. ഇത് വാഴേൻ്റെ തട ഇലയും ഇതുമെല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് ഉണക്കി വെച്ചത്. ഇത് വാഴത്തടയാണ് കേട്ടോ. ഇത് ഞാൻ മുറിച്ചിട്ടിട്ട് ഇടയ്ക്ക് ഉണക്കി വെച്ചത്. അത് മഴ പെയ്തുകൊണ്ട് ലേശം നനഞ്ഞു. ഇതിനകത്ത് നമുക്കൊരു ചേന നട്ട് നോക്കാമല്ലോ. എന്താണെന്ന് നോക്കാമല്ലോ. അതിനാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ട് ഇതിനകത്ത് നടാം കേട്ടോ. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഞാനിപ്പോൾ എന്താ ചേർക്കുന്നത് വെച്ചാൽ കുറച്ച് അടിയിൽ ഇതിനകത്ത് കുറച്ച് കരിയില്ല. ഇതിപ്പോൾ വാഴത്തടേൻ്റെ ഇലയിനകത്താണ് കുറച്ച് കരിയില്ല. കുറച്ച് കരിയില ഇട്ടിട്ട് ഇതിനകത്ത് ഇത് കുറച്ച് ഈ വാഴത്തട വരയിട്ടെ. ഇത് ഇതിനിടയ്ക്ക് അരിഞ്ഞിട്ടിട്ട് ഞാൻ ഉണക്കി വെച്ചതാണ്. പിന്നെ ചീഞ്ഞ് പോകുന്നതായിട്ട്. പക്ഷേ ഇന്നലെ മഴ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പം ഏകദേശം നനവ്. മറ്റു നല്ല പൊടിയായിരുന്നു. എന്നാലും സാരമില്ല. ഇതിപ്പോൾ ഇതിലിട്ടിട്ട് നമുക്ക് നടാല. ഇതുപോലെ ഇതിപ്പോൾ ഒരു ട്രിപ്പ് ഇതിട്ടു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇലയും പിന്നെ എന്തെല്ലോ കൂടിയിട്ട് ആക്കി വെച്ച് ഇത് വളം, ഇത് കമ്പോസ്റ്റ് വളം ഞാനവിടെ ചപ്പും ഇലയെല്ലാം കൂടി ഇട്ട് വെച്ച് ഇന്നലെ കൊരിയിട്ട് ഇട്ടതാണ്. ഇത് വെള്ളം തന്നെ കൂടില്ല. ഇത് കുറച്ച് വരിക ഇത് കുറച്ച് വരിക കേട്ടോ. ഇല്ല കുറച്ച് വളം വരിയിട്ട് അത് നല്ല നനവുണ്ട്. മഴ പെയ്തുകൊണ്ട് നല്ല നനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടി. ഇപ്പോൾ കുറച്ച് ഇത് വരയിട്ട് ഒരു ലെയറായേ. ഇനിയിപ്പം കുറച്ചും കൂടി ഈ കരിയിലിടാം. ഇങ്ങനെ കുറച്ച് കുമ്മായം കൂടി ഇടാം. കുമ്മായം കുറച്ച് അടിയിലോട്ട് ഇടാം. കുമ്മായം ഞാൻ ഇട്ടിട്ട് വെച്ചതാണ് അതിൻ്റെ അകത്ത്. അത് കുഴപ്പമില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് അടിയിൽ കുറച്ചും കൂടി ഇട്ടേക്കാം. അത്രയും കൂടി അടിയിലിടാം. ഇതിൻ്റെ മേലെ എന്താ കുറച്ചത് ഇട്ട് ഇതിൻ്റെ മേലെ കുറച്ച് കരിയിലിട്ടേ. കുമ്മായ അടിയിലിട്ടാലേ വാഴപ്പോളിൻ്റെ മേലെ ഇട്ടാലേ ഒന്നും തിരഞ്ഞുവിട്ട് വരില്ല. അതാണ് അതിനാണത് ഇട്ടു. ഇതിൻ്റെ മേലെ കുറച്ച് വാഴപ്പോളി ഇട്ടേ. ഇതേപോലെ ഇട്ടിട്ട് നല്ലപോലെ അമർക്കണം. എന്താ വെച്ചാൽ ഇത് അത്രയും അമിഞ്ഞിട്ട് വയ്യ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് തേച്ചും വാരിയിട്ടേക്കാം. ഉണ്ടോ 2 ലെയറായി ഇപ്പം നിറച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ ഇടുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ഈ വളം ഇതിന്മേലെ കുറച്ചിട്ട് ഇത് ഇട്ടേ. ഇത് കമ്പോസ്റ്റ് വളമാണ്. ഇലയും കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റാണ്. ഞാനവിടെ ഇലയിൽ ഇട്ടിട്ട് പിന്നെ ചാണകം ഇട്ട് എല്ലാം കൂടി ഒരു കമ്പോസ്റ്റ് ആക്കി. അതാ ഇനിയിപ്പോൾ ഇത് ചകിരിച്ചോറിൻ്റെ ബോർഡോ മിശ്രിതമാണ്. ഞാൻ എല്ലാം കൂടി ആക്കി വെച്ചതാണ്. എല്ലുപൊടി, കുമ്മായം ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതവിടെ ഇടയ്ക്ക് ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ കുമ്മായിലൂടെ മേലെ കുമ്മായി ഇടുമ്പോൾ അത് പോയിപ്പോന്നായിട്ട് ഇത് അതിനിടയ്ക്ക് ആക്കി വെച്ചാൽ ഇത് കൂടി ഇതിൻ്റെ മേലെ ഇട്ടേ. കുറച്ച് എന്താ ഇത് പിന്നെ ഇതിപ്പോൾ കുറേ കയ്യിൽ അണിയും കുറേ അമരും. അതിനാണ് കുറച്ചും കൂടി ഇതിലിട്ടേ. ഇനിയിപ്പോൾ ഞാനൊരു ചേന ഇതിനൊക്കെ ഞാൻ ആക്കി വെച്ചിട്ട് ചേന മുളച്ചിട്ടുണ്ട്. ഞാൻ തന്നെ മൂന്നെ വെക്കുവേന്. ചെറുതായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഓരോന്ന് വെക്കാൻ കുത്തി മുറിക്കാൻ കഴിച്ചിട്ട് ഇത് ഞാൻ ഇതിനകത്ത് വെക്കട്ടെ. എന്താ ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇതിലിങ്ങനെ ഇട്ടേ. കുറച്ചും കൂടി കമ്പോസ്റ്റ് വളം കൂടി കുറച്ചിട്ടേ. എന്താ ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് കുറച്ച് കമ്പോസ്റ്റും കൂടി ഇട്ടു. എന്താ ഇത് വാഴത്തടയിലാണ് ഇത് ഈ ചേന വെക്കുന്നത്. നമുക്ക് നോക്കാലോ എന്തെല്ലാം ഉണ്ട് എന്നുള്ള. ഇനി കുറച്ച് ഈ ബോർഡോ പിന്നെ ഇതും ചകിരിച്ചോറും കൊണ്ട് ആക്കി വെച്ച് ഇത് കണ്ടാ കണ്ടില്ലേ. ഇതിപ്പോൾ കാണൂല. കണ്ടാ വെയിറ്റില്ല.
ഇനി അതിൽ വെള്ളം നനക്കണം, അത്രേ കൊണ്ടു. ഇനിയിപ്പം ഒന്നിൽ കരിയില കമ്പോസ്റ്റ് മാത്രമാക്കിയിട്ട് നമുക്ക് നടാലോ. കരിയിലയിൽ നടാലോ. ഇത് കരിയിലേതാണേ. ഇത് ചാക്കിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കുറച്ച് കരിയിലിടാം. അരിയിൽ കുറച്ച് കരിയിലിട്ട് കുറച്ച് കരിയിലിട്ട് കുറച്ച് ഇതിൻ്റെ മേലെ കുമ്മായം ഇടാം. അടിയിൽ കുറച്ച് കുമ്മായം ഇട്ടേക്കാം അതിലേൻ്റെ മേലെ. മറ്റേ കുമ്മായം ഇട്ടിനി അത് മേലല്ലേ ഇടുക, ഇത് അടിയിലോട്ട് ലേശം ഇടുന്നു. ഉണ്ടോ? എനിക്ക് ഇതിനകത്ത് എന്താ വേണ്ടിച്ചാൽ ഈ പൊടി വളം കുറച്ച് ഈ കമ്പോസ്റ്റ് വളം ഉണ്ടല്ലോ, ഇത് കുറച്ച് ഞാൻ വാരി വെച്ചേ. നല്ല കമ്പോസ്റ്റ് അതിനുണ്ടാവും. ഇത് മഴ പെയ്തുകൊണ്ടിരുന്നാലും നല്ല ഇലയായി ഉണ്ടോ? ആ ഇല അങ്ങനെ കാണുന്നില്ല ഉണ്ടോ? ഇത് നല്ല കമ്പോസ്റ്റ്. ഇല ഇങ്ങനെ ഇട്ട് ഇനി കുറച്ച് ഇതിടാം കേട്ടോ. ഇനി കുറച്ച് നമുക്ക് ഇതിടാലോ. ഇത് ചവരിച്ചോറും ഉണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേലെ കുറച്ച് ഇട്ടേ. ഇനി കുറച്ച് കരിയിലിടാം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നട്ടാൽ നല്ലോണം കുടുംബത്തിലെ ചേന കുടുംബോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല ചാക്ക് നിറച്ച് വീഴും. വലിയ ചേന വണ്ണത്തിൽ വരും. നല്ലോണം ഞാൻ ആ ചാണം ആക്കി വെച്ചിട്ട് അവിടെ എടുത്ത് വെച്ച് വെള്ളത്തിൽ കലക്കി വെച്ചത് മുള വന്നു, ശരിക്കും മുള വന്നു. ഇനിയിപ്പോൾ 2 എണ്ണം കൂടി ഇടാമല്ലോ. ഇതിങ്ങനെ നല്ല ഇഷ്ടംപോലെ കമ്പോസ്റ്റ് ആക്കിയതുകൊണ്ട് ഇഷ്ടംപോലെ ചപ്പും എല്ലാം വാരിയിട്ടിട്ട് നല്ല കമ്പോസ്റ്റ് ആക്കിയതുകൊണ്ട് ഇഷ്ടംപോലെ വളവുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ ഇതിങ്ങനെ വാരിയിരുന്നത്. എന്താ ഇനിയിപ്പം ഒരു ലെയറും കൂടി ഇടാം അല്ലേ. അതിൽ കുറച്ചും കൂടി ഇട്ടേക്കാം. ഇത് മുന്നോട്ട് നല്ല വളം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വളമാണ്. ലേശം കത്തിട്ടേക്കാം. നല്ലൊരു അടിപൊളി ഇതിപ്പം നല്ല ഒരു ചേനയായിരിക്കും ഇത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കളിച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരും. ഇഷ്ടം പോലെ നല്ല വണ്ണത്തോടെ വരും. ചാക്ക് നിറയെ ഉണ്ടാവും. ഇത് നട്ടാൽ ഇങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ ഇതാ ചേന കണ്ട മുളച്ചിട്ടുണ്ട. മുള കണ്ട. ഇത് മുറിക്കാനൊന്നുമില്ല, ചെറുതാണ്. അതുകൊണ്ടാണ് മുറിക്കാണ്ട് വെച്ച് കൊണ്ടുവന്നേ. ഈ ചെറുതാന്ന് ഇടുന്നു. നമ്മളിത് കിളക്കുമ്പം കണ്ടേ. ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഈ വളം തേച്ചിയിലിട്ടേക്കാം. കമ്പോസ്റ്റ് വളം. അത് ഇലയാണ് കൂടുതൽ, കരിയിലാണ് കൂടുതൽ. ഉണ്ടാ ഉണ്ടല്ലേ. നല്ലൊരു ഇതല്ല ഇത്. കനിയില്ല വേണ്ട. ഇതാകുമ്പോൾ എടുത്തിട്ട് എടി കൊണ്ടുപോവുകയും ചെയ്യാം, നറക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ടേക്കാം. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് കുറേ അമർന്ന് വരും. അടിയിലോട്ട് എത്തുമ്പോൾ
ആദ്യം ഞാൻ കാണിച്ചു തരാം എന്നാ ചെയ്യേണ്ടതുള്ളത് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഇതാണ് ഞാൻ ഇത് ഒന്ന് വാഴത്തടയിലാണ്, ഒന്ന് കരിയിലയിലാണ് ഞാനിപ്പോൾ നട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പിന്നെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾ ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ വീഡിയോ കണ്ടിട്ടങ്ങ് സഹായിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അത്രയും പറയാനുള്ളൂ. ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എനിക്കൊരു സന്തോഷം, നിങ്ങൾക്കും ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം. നിങ്ങൾക്കും ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ നിങ്ങൾ ചേന എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ നിറച്ചും ഉണ്ടാവും. നല്ല വണ്ണത്തിൽ തന്നെ, ഇത്ര വണ്ണത്തിൽ തന്നെ ചേന കീയും. ആ ചാക്ക് നിറച്ചും ഉണ്ടാവും അത് കളിച്ച് കീയുമ്പോൾ. അത് നിങ്ങൾക്ക് അന്നേരം ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഈ ഒരു ട്രിപ്പ് പോരാ, പണി ഇനി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞ് ഇത് അരിഞ്ഞ് പൊടിച്ച് വരുമ്പോൾ ആദ്യം കുറച്ച് പച്ചത്തോലും ചാണകവും എല്ലാം വാരി ഇട്ടിട്ട് ആദ്യം ഒരു മണ്ണ് കുറച്ചും കൂടി ഇതേപോലെ കോരിയിടാം. മണ്ണാങ്ങ് മണ്ണ്, ഇതാങ്ങ് ഇത് ചകിരിച്ചോറ്. ഇതിന് മണ്ണിട്ടാലും മതി, ചകിരിച്ചോറ് ഇട്ടാലും മതി. ഇതിലിപ്പോൾ തെച്ച് ഫുള്ളായി ചകിരിച്ചോറ്. അതിന് പൊന്തിച്ച് കൊണ്ടുപോകാൻ കഴിയും, ഇവിടെ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുവയ്ക്കാൻ കഴിയും. എനിക്ക് അത്രയല്ലേ എടുക്കാനും കൊണ്ടുവയ്ക്കാനും കൊത്താനും പൊരിക്കാനും കഴിയാൻ വെച്ചാൽ കുറച്ച് പുറത്ത് നടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചേനി 2 കാച്ചിൽ നടാനുണ്ട്, അത് നമുക്ക് പുറത്ത് നട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ചാക്കിലേതാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇനി പുറത്ത് എങ്ങനെയാണ് നടുന്നതെന്നുള്ളത് ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.